വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് ഞാൻ ഈ ചൂടിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. സൗദി ഷാമ്പെയിൻ. പേര് കേൾക്കുമ്പോൾ ഞെട്ടണ്ട, ഇത് നോൺ ആൽക്കഹോളിക് ആണ്. മാത്രമല്ല സൗദി അറേബ്യയിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്സ് ആണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഇതിനകത്ത് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ചേർക്കുന്നുണ്ട്. പക്ഷെ നല്ല റിഫ്രഷിങ്ങും അതുപോലെ അടിപൊളി ഡെലീഷ്യസ് ആണെന്നുള്ളതിൽ ഡൗട്ടൊന്നും വേണ്ട. ബേസിക് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് ആപ്പിൾ വേണം, ഓറഞ്ച് വേണം, ലെമൺസ് വേണം, പിന്നെ മിന്റ് ലീവ്സ് വേണം, അതുപോലെ കുറച്ച് ആപ്പിൾ ജ്യൂസും പിന്നെ ഏതെങ്കിലും ഒരു ലെമണേഡും വേണം. ഇതാണ് ബേസിക് ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ബാക്കിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ രീതിയിൽ നമുക്കിതിന്റെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഒതന്റിക് ആയിട്ട് ഇവർ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇവർ ഈ ഫ്രൂട്ട്സ് സ്കിൻ റിമൂവ് ചെയ്യാതെ മീഡിയം സൈസിൽ റൗണ്ട് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പം നമുക്കിത് കുടിക്കുമ്പോൾ ഇതിനകത്ത് ഈ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിനകത്തുള്ള എല്ലാ എസൻസും ഇതിനകത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ആപ്പിളാണ്. അത് ഒന്ന് ഈ പറഞ്ഞ പോലെ റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ 2 ഓറഞ്ച് സ്കിന്നോട് കൂടെ റൗണ്ടായി കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ലെമൺ റൗണ്ടിൽ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ ഗ്രേപ്സ് ആണ്, അത് കുറച്ച് പകുതി കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ബാക്കി അതുപോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3-4 സ്ട്രോബെറി റൗണ്ടിൽ കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് മിന്റ് ലീവ്സ് പുതിനയില. പിന്നെ നമുക്ക് വേണ്ടത് ആപ്പിൾ ജ്യൂസാണ്. ഞാനിവിടെ 300 ml ആപ്പിൾ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു ലെമണേഡ് 7up ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതാണ് ഇത്രയും ബേസിക് ആയിട്ടുള്ളതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ഗ്ലാസ് ജാറാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ഒരുപാട് സ്റ്റെപ്സ് ഒന്നുമില്ല ഇതിന്. നമുക്ക് ഒരു ഗ്ലാസ് ജാർ എടുക്കാം. ഇതിലേക്ക് ഈ ഫ്രൂട്ട്സ് നമുക്ക് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കൂടെ മിന്റ് ലീവ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ആ ഫ്രൂട്ട്സ് ഒക്കെ ഈ ജാറിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ആപ്പിൾ ജ്യൂസ് മുഴുവനായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് നിറയുന്ന രീതിയിൽ ആ 7upന്റെ 1/4 ഭാഗവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സംഭവം ഇത് ഓൾമോസ്റ്റ് ഇപ്പം തന്നെ റെഡിയാണ്. നമുക്കിതൊരു 10-15 നേരം ഇങ്ങനെ തന്നെ വെച്ചിട്ട് നല്ല ചീൽഡ് ആയിട്ടുള്ള ബാക്കിയുള്ള 7upഉം അതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തു നിന്നുള്ള ഈ എല്ലാ എസൻസും ഇതിലേക്ക് ഇറങ്ങി ഭയങ്കര ടേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ ഇതുപോലെ തന്നെ എടുത്ത് വയ്ക്കുവാണ്. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല കൂളാക്കി എടുത്തിട്ടുള്ള ആ ഫ്രൂട്ട് മിക്സിൻ്റെ ജാറ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഫ്രീസറിൽ വെച്ച് നല്ല ചിൽഡാക്കി എടുത്തിട്ടുള്ള 7up ആണ് ഒഴിക്കാൻ പോകുന്നത്. ഫ്രീസറിൽ വെച്ച് നല്ല ചിൽഡാക്കി എടുത്തുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ ഇതിനകത്ത് ഐസ് ക്യൂബ്സ് ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിപ്പം ഈ ജാറ് ഫ്രൂട്ട്സ് കൊണ്ട് ഫിൽഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇതിലേക്ക് ഒഴിക്കുവാണ്. ഇത് നിറയുന്ന വരെ നമുക്ക് ഇതിലേക്ക് 7up ഒഴിച്ചു കൊടുക്കാം.
ഈ ജാറിൽ ഫ്രൂട്ട്സ് ഫില്ലായിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ ഈ ജാറ് ഫില്ലാവുന്ന വരെ ഇതിലേക്ക് 7 ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമുക്കിത് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി നമുക്ക് റെഡി ആയിട്ടുള്ള ഷാമ്പെയിനിൽ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സിൻ്റെ തന്നെ മിക്സും വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഷാമ്പെയിൻ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ അടിപൊളി സൗദി ഷാമ്പെയിൻ. സൗദി ഷാമ്പെയിൻ എന്നാണ് പേരെങ്കിലും ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഈസിലി ആയിട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങളിത് ട്രൈ ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്തിരിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ്സിൽ അറിയിക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പൊ നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.